ഈ കഥ നടക്കുന്നത് ആലപ്പുഴയിലാണ്. ലളിത എന്ന സ്ത്രീയും അവരുടെ ഭർത്താവും രണ്ട് മക്കളടങ്ങുന്ന ഒരു ഫാമിലിയാണ്. പെട്ടെന്ന് ഇവരുടെ വീട്ടിൽ അടുക്കളയിൽ നിന്നൊക്കെ പല പല ശബ്ദങ്ങൾ, പാത്രം വീഴുന്ന ശബ്ദങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുകൂടി ആരൊക്കെ നടക്കുന്ന രീതിയിൽ ഉള്ള സൗണ്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇവര് പുറത്തൊക്കെ പോയി നോക്കിയെങ്കിലും ആരെയും കാണാനൊന്നും കഴിഞ്ഞില്ല. അത്യാവശ്യം ഒരു സമ്പന്നമായ കുടുംബം തന്നെയായിരുന്നു അവരുടേത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ അറിയുന്നത് കുട്ടികളുടെ റൂമിൽ ഒരു പ്രായമായ സ്ത്രീ വന്നിട്ട് ഇവരെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കുട്ടികൾ കാണുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം ഈ സ്ത്രീ ഈ കാഴ്ചകൾ കാണാൻ തുടങ്ങി. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നീട് നാട്ടുകാർ കേൾക്കുന്നത് അവർക്ക് കരയുന്ന സമയം ഇവരെ വീട്ടിൽ നിന്ന്. അപ്പൊ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും ഡോറുകളും കാര്യങ്ങളെല്ലാം അകത്ത് നിറച്ചിട്ടേക്കണേ. അങ്ങനെ നാട്ടുകാർ ഡോറും കാര്യങ്ങളും ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവർ നാലുപേരും മരിച്ചിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മരിച്ചിടക്കുന്ന ഡെഡ് ബോഡിയുടെ അരികത്ത് തന്നെ ഈ ബ്ലഡ് കൊണ്ട് പല പല രീതിയിലുള്ള ചിഹ്നങ്ങളും കാര്യങ്ങളും അവരുടെ അരികത്ത് വരച്ചായിട്ട് അവർക്ക് കാണാനായിട്ട്. അങ്ങനെ ഈ മരണത്തിനൊക്കെ ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ ഒരു വെള്ള നിഴലുള്ള എന്തോ ഒരു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ അവിടുന്ന് പാട്ടുകൾ കേൾക്കുന്നു, സംസാരിക്കുന്നത് കേൾക്കുന്നു ഒക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഈ വീട് എവിടെയാണെന്നോ ഇത് ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്നൊന്നും നമുക്കൊരു ഡീറ്റെയിലും കിട്ടിയിട്ടില്ല. ഇത് ആലപ്പുഴയുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു കെട്ടുകഥയാണെന്നുള്ളൊരു സംസാരമുണ്ട്. പക്ഷെ ഇത് 80-70കളിൽ നടന്നൊരു കഥയാണെന്നും പറയുന്നുണ്ട്. ലളിത ബംഗ്ലാവ് എന്നാണ് ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം ഇതിനെപ്പറ്റി പോലീസുകളുടെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നത്തെ ന്യൂസ് 70-80കളുടെ ന്യൂസിൽ നോക്കിയാലും ഈ ഒരു സംഭവത്തെ പറഞ്ഞു പറ്റിയിട്ടൊരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല, കാണാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു കെട്ടുകഥയാണെന്നും പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നടന്നതാണെന്നും പറയുന്നുണ്ട്. ഇങ്ങനൊരു വീഡിയോ ഇപ്പോഴും നിലവിലോടെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതണം.